ഹലോ ഫ്രണ്ട്സ്, പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൈനെ ഡിസ്ചാർജ് ചെയ്യായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ആംബുലൻസിൽ ഇങ്ങനെ വന്ന് കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിലും ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ആ സമയമായിരിക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നത് കേട്ടോ. നമ്മുടെ ആദർശമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നതൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒട്ടും സഹിക്കുന്നുണ്ടാവില്ല കേട്ടോ. ഭയങ്കര കരച്ചിലായിരിക്കും. നമ്മുടെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പം നമ്മുടെ നയനയുടെ ആ കിടപ്പ് കാണുമ്പോൾ അച്ഛൻ ആകെ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കാണെങ്കിലും സങ്കടമാവും കേട്ടോ. അങ്ങനെയാണ് ആ നയനയുടെ കിടപ്പ്. അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ശരീരം കീറിമുറിക്കുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ, ഞാനൊന്നില്ലെങ്കിലും മോളുടെ അച്ഛനല്ലേ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അച്ഛൻ്റെ അസുഖം വെച്ചിട്ടാണ് ഞങ്ങൾ ആരും പറയാതിരുന്നത്. അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ല അച്ഛൻ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അച്ഛന് നല്ല ദേഷ്യമുണ്ടെന്ന് അറിയാം, വേണമെങ്കിൽ എന്നെ അടിച്ചോ. നയന പറഞ്ഞത് പ്രകാരമാണ് പറയാതിരുന്നത്, പറയേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നയന എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തിൽ പറയായിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കരയായിരിക്കും ചെയ്യുന്നത്. ആ വീട്ടിലെ എല്ലാവർക്കും, കല്യാണം കഴിച്ചു വന്ന വീട്ടിലെ എല്ലാവർക്കും നല്ലത് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും മോൻ്റെ അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ലല്ലോ. അവൾ എന്നിട്ട് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തില്ലേ, അങ്ങനെയാണ് എൻ്റെ മോള് എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം നമ്മുടെ ജയനും അതുപോലെ തന്നെ അജയനും അതുപോലെ തന്നെ നമ്മുടെ ജാനകി അമ്പലത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയായിരിക്കും കേട്ടോ. ആ സമയം നമ്മുടെ ജയൻ്റെ അടുത്ത് നമ്മുടെ ജാനകി തർക്കമാണ്, എൻ്റെ മരുമകളാണ് ഏറ്റവും നല്ല മരുമകൾ, അനാമികയാണ് ശരിക്കത്തെ മരുമകൾ, അവളാണ് നല്ല മോള്, നയന അങ്ങനെയല്ല എന്ന് പറഞ്ഞു 100 കുറ്റങ്ങൾ. സ്ഥിരം പരിപാടി കേട്ടോ. എപ്പോഴും നയനെ കുറ്റപ്പെടുത്തിയിട്ടും അനാമികയെ പുകഴ്ത്തിക്കൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം, നിങ്ങൾക്ക് നയന മോളുടെ നന്മ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജയനാണെങ്കിൽ എതിർക്കായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം നമ്മുടെ അബിയും അതുപോലെ തന്നെ ജലജിയും സംസാരിക്കുന്നതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ജലജി ആണെങ്കിലും പറയുന്നുണ്ട്, ആ ഏട്ടത്തി പറയുന്ന ആളുണ്ടല്ലോ, എന്നെ പണ്ട് ഈ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ അവർക്ക് വല്ല സമാധാനമുണ്ടോ? അവരുടെ മോനൊരു കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം എന്തെങ്കിലും സമാധാനം അവർക്ക് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനിയും അവർ അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവയാനീനെ നല്ല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ ജലജിയാണെങ്കിൽ. അപ്പോൾ അഭി അത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. മെയിനായിട്ട് നമ്മുടെ നയനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ എനിക്കറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഇത്രയും വയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ നയന കേട്ടോ. ആ സമയം കണ്ണെഴുതാൻ എങ്ങനെ സമയം കിട്ടി, അത് മാത്രം എനിക്കറിയുന്നില്ല. നിങ്ങൾക്കത് എന്തെങ്കിലും തോന്നിയോ ഗൈസ്? ഒന്നില്ലെങ്കിലും സീരിയലുകാർക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. ഇങ്ങനെ കണ്ണൊന്നും എഴുതാതെ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു നയനയെ അങ്ങനത്തെ ഒരു ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ എഴുതി സുന്ദരി ആക്കണ്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര ലാഗിങ്ങുമാണ് അല്ലേ? നമുക്ക് എന്തായാലും കാത്തിരിക്കുക, വല്ല ട്വിസ്റ്റോ വല്ല ത്രില്ലിങ്ങൊക്കെ നടക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.